ഹലോ, നമ്മുടെ ചാനലിൽ കുറേ നാൾക്ക് മുമ്പ് ഞാൻ മരമുല്ലയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു 10 കമൻസിൽ 9 പേരും പറഞ്ഞത് വീഡിയോ ക്ലിയർ അല്ലെന്നായിരുന്നേ. കാര്യം ഞാൻ എൻ്റെ പഴയ ഒരു ഫോണിൽ ചുമ്മാ എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഇത്രയധികം പേര് കാണുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴും കമൻസ് ഇങ്ങനെ വീഡിയോ ക്ലിയർ അല്ലെന്ന് വരുന്നത് കൊണ്ടാണ് ഞാൻ സുഖമില്ല, എനിക്ക് വോയിസ് ഇല്ലെങ്കിൽ കൂടി ഞാനൊരു വോയിസ് ഓവർ കൊടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മരമുല്ല. നോക്കൂ, കറിവേപ്പിൻ്റെ ഇല പോലെയാണ് ഇതിനകത്ത് തോന്നുന്നത്. പൂ ഇല്ലെങ്കിൽ ഇത് അസലൊരു കറിവേപ്പ് പോലെ തോന്നും. സോ ഇത് കാട്ടുകറിവേപ്പെന്നും അറിയപ്പെടുന്നുണ്ട്. മുരായ ജാസ്മിൻ പാനിക്കുലേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. മുല്ല വെറൈറ്റി തന്നെയാണ് കേട്ടോ, പക്ഷെ മരമായിട്ട് മാറും. ഒരു ട്രീ ജാസ്മിൻ ആണ്. ഇതിനകത്ത് വളരെ ഭംഗിയുള്ള വെള്ള പൂക്കളാണ് ഉണ്ടാവുക. പൂ മുട്ടിട്ടിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ പൂവെല്ലാം വിരിയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് മരമുല്ല നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പോയിട്ടപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. പൂക്കൾ നല്ല ബൾബ് പോലെ ഇങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. താഴെ മുതൽ മുകൾ വരെ ഇതിനകത്ത് പൂക്കളുണ്ടാവും. ഇല കണ്ട കറിവേപ്പും പൂക്കൾ മുല്ലയുമാണ് കേട്ടോ. ഇതിൽ പൂവൊന്നും ഇല്ലാണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് കറിവേപ്പാണെന്നേ. അപ്പോൾ 2 മരത്തിലും ഒരുമിച്ചാണ് ഇവിടെ പൂവിടുന്നത് കേട്ടോ. ഒരു തൈ എങ്ങനെയോ വീട്ടിൽ ഉണ്ടായതാണ്. അത് അമ്മ പരിപാലിച്ചു. അമ്മ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഏതോ ഒരു പരിസരത്ത് എവിടെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇത് ഇന്ന ചെടിയാണെന്ന് അറിയാമായിരുന്നു. അങ്ങനെ അമ്മ അത് കിളിപ്പിച്ചതിന് ശേഷം ആ ഒരു മരത്തിൽ നിന്നുണ്ടായ തൈ എടുത്ത് റോഡിൻ്റെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഇപ്പുറത്തും കൂടി അമ്മ കൊണ്ട് വെച്ച് കേട്ടോ. ഇത് ഞങ്ങളുടെ ഗേറ്റിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഇഷ്ടം മാതിരി പൂ പിടിക്കും. സോ പൂക്കൾ ഒരു മരം പോലെ നിർത്താൻ സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ചെടി മസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. മരം പോലെ നിൽക്കുന്ന അല്ലാതെ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ടൈപ്പ് നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളത് മരം പോലെ നിൽക്കുന്നതാണ്. ഈ താഴെ മുതൽ മുകൾ വരെ ഒരുപോലെ പൂക്കൾ വിരിയും. മാത്രമല്ല ഭയങ്കര പരിമളമാണ് കേട്ടോ. ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിച്ചു, അയ്യോ അപ്പോൾ ഇതിൻ്റെ മണമായിരുന്നു ഇവിടെ എല്ലാം വന്നുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചത്. അമ്മാതിരി ഫ്രാഗ്രൻസ് ആണ്. സ്ട്രോങ്ങും അല്ല മൈൽഡും അല്ലാണ്ട് പൂത്തെളിഞ്ഞ് നിൽക്കുവാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഇരുവശത്ത് നിൽക്കുന്നുണ്ട് 2 സ്ഥലം. ഈ ഒരു ചെടി, ഈ ഒരു പൂവിൽ ഇപ്പോൾ കാണിക്കുന്ന ഇതിനകത്താണ് ഇലയ്ക്കും വലിപ്പം കൂടുതലും, പൂവിനും വലിപ്പം കൂടുതലാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഇലയും ചെറുതാണ്, അതിൻ്റെ പൂവും ചെറുതാണ് കേട്ടോ. ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. എല്ലാവരും ഒന്ന് നോക്കും. മണവും ഉണ്ട്, പൂക്കളും ഉണ്ട്. അപ്പോൾ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് വളർത്തുക. അല്ലാതെ ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്താവുന്നതും ഉണ്ട് കേട്ടോ. ഇത് നൈറ്റ് വ്യൂ ആണ്. ആ ഒരു വെള്ള പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. പിന്നെ ഒരു ചേച്ചി, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഒരു ദിവസം വന്നിട്ട് ഇതിൻ്റെ ഇല, അപ്പോൾ അന്ന് പൂത്തിട്ടില്ലായിരുന്നു കേട്ടോ, ഇലയെല്ലാം ഇങ്ങനെ ഒത്തിരി കൊണ്ടുപോയി. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യാളനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരമാണിത്. പുണ്യാളനെ കെട്ടിയിട്ട മരത്തിൽ ഇങ്ങനെ പൂ വന്നതാണ്, അങ്ങനെ എന്തോ ആ ചേച്ചി പറഞ്ഞു. അവരുടെ ബിലീഫ് അനുസരിച്ച് ഇത് ഭയങ്കര വിശുദ്ധമായിട്ടൊരു പ്ലാന്റാണെന്ന് പറഞ്ഞു. അത് നമുക്കും വളരെ സന്തോഷമാണ്. മറ്റൊരു മതത്തിൻ്റെ ബിലീഫാണെങ്കിൽ പോലും അത് അവർ സീക്രട്ടായിട്ട് കരുതുന്ന ഒരു മരം നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ പ്രൗഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെന്താ പറയുക, ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ബ്രൈറ്റായിട്ട് സൺലൈറ്റ് ഡീപ്പായിട്ട് കിട്ടുന്നിടത്ത് ഇത് വളർന്നോളും. പിന്നെ നമ്മൾ അധികം വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മരത്തിന് താഴെ ഒരുപാട് തൈ കാണും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വർഷത്തിൽ 3-4 തവണ മാത്രമേ ഫുള്ളായിട്ട് പൂക്കത്തുള്ളൂ. അല്ലാത്ത ടൈമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കത്തേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിലൊരു വർണ്ണ വിസ്മയം, ഒരു വസന്തമൊക്കെ തീർക്കണമെങ്കിൽ 3-4 തവണയേ ഇത് പൂക്കത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ മണം നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം. ചില സെൻസൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല കേട്ടോ. രാത്രിയിലൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ കൊലയായിട്ട് ബഞ്ചായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ മരമുല്ലയുടെ തൈകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മുടെ വീട്ടിലിപ്പോൾ കുറേ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ചെടിച്ചട്ടിയിൽ വെച്ചാൽ ഒന്ന് ക്രോപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം കുറ്റിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മരമുല്ല. അന്നത്തെ വീഡിയോ ക്ലിയർ അല്ലാത്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇപ്പോഴും വലിയ ക്ലിയറൊന്നും ആയിരിക്കത്തില്ല, കാരണം നമ്മുടെ ഒരു സാധാ ഫോണിൽ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മരമുല്ലയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ നമ്മുടെ മരമുല്ല വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വേണ്ട അതിൻ്റെ ഇല കണ്ടോ, ഇത് വേറെയും കുറേ ആൾക്കാർ ഇല മാത്രം കൊണ്ടുപോയിട്ടുണ്ട് കല്യാണ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട്. മരമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 3-4 തവണയും വർഷത്തിൽ പൂക്കും. അല്ലെങ്കിൽ പോലും ഈ ഒരു മരം നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ മരമായിട്ട് നിങ്ങൾക്ക് ഓർണമെൻ്റൽ മരമായിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ചെടി വളർത്താൻ കേട്ടോ. നമുക്കൊരു മരവുമായിട്ട് തോന്നുകയും ചെയ്യും. പൂക്കുന്ന സമയത്ത് വേറെ ഏതോ ഒരു നാട്ടിൽ പോയൊരു ഫീലാണ്. അതാണ് ഇത് അതിൻ്റെ തൈയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ തൈ പോലെ തോന്നില്ല. ഇതുപോലെ ഒരുപാട് തൈ ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കണം.
ചെടിച്ചട്ടിയിൽ ഞാൻ ഇതുവരെ വെച്ച് നോക്കിയില്ല, വെച്ചിട്ടൊന്ന് പരീക്ഷിക്കണം എന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെടിച്ചട്ടിയിലായാലും വെട്ടി കൊടുത്താൽ കിളിക്കും. അപ്പോൾ തൈ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബൈ, താങ്ക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.